അത് കഴിഞ്ഞാൽ പിന്നെ വഴിയില്ല, നമ്മൾ വഴി ഉണ്ടാക്കി പോകേണ്ട തന്നെ വരും. അപ്പോൾ ഇതിലെ ആളുകൾ പണ്ട് നടന്നുകൊണ്ടിരുന്നതാണ് ആ വീടുകൾ ഉണ്ടായിരുന്നപ്പോഴും. എൻ്റെ പൊന്നെ, എന്താ ഇവിടെ ഒരു വീട്, എന്തോരം ഉയരത്തിൽ നമ്മളിപ്പോൾ കയറിയെന്ന് അറിയോ. ഇവിടെ ആൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഓർക്കുമ്പോഴാണ്. ഇതൊക്കെ ആളുകളെ അടക്കിയേക്കുന്ന കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാടായിട്ടുള്ള തൊടുപുഴയിലാണ്. തൊടുപുഴയിലെ അതിമനോഹരമായിട്ടുള്ള കുടയത്തൂർ ഗ്രാമത്തിലാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് മലങ്കര ജലാശയം കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. ഇതൊക്കെ ഞങ്ങളുടെ ഈ ഒരു കുടയത്തൂരും കാഞ്ഞാറൊക്കെ ഞങ്ങളെ തൊടുപുഴക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കേട്ടോ. ഒരു ക്യാൻവാസിലേക്ക് ഒരു ചിത്രം വരച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലേ. അപ്പം ഇത് ഈ രണ്ട് കരകളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള കുടയത്തൂർ പാലമാണ്. ഈ പാലത്തിനൊക്കെ ഉണ്ട് ഒരു പ്രത്യേകത. അതായത് ഈ ഒരു പാലം പ്രവർത്തിക്കുന്നത് സിഗ്നൽ വെച്ചിട്ടാണ്. സോളാർ പവേർഡാണ് ഈ ഒരു ലൈറ്റൊക്കെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇപ്പം ഈ പാലത്തിൽ കൂടെ കഷ്ടിച്ചൊരു കാറിന് പോകാനുള്ള വീതിയുള്ളൂ. അപ്പോൾ അറ്റേ ടൈം ഒരു സൈഡിലാണ് ട്രാഫിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പാലങ്ങൾ, ഒന്ന് രണ്ട് പാലങ്ങൾ ഇവിടുത്തെ നമ്മുടെ തൊടുപുഴ തന്നെ ഉണ്ട്. കേരളത്തിൽ തന്നെ അപൂർവമാണ് ഇങ്ങനെയുള്ള പാലങ്ങൾ. അപ്പോൾ ഈ പാലത്തിൻ്റെ മേളിൽ നിന്നാൽ പാലത്തിൻ്റെ രണ്ട് കരകളിലുമായിട്ട് വലിയ മലനിരകളൊക്കെ കാണാം കേട്ടോ. ആ ഒരു മലയുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഇലവിഴാപ്പൂഞ്ചിറയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള മലയുടെ മേളിലേക്ക് ആട്ടോ നമ്മളിന്ന് പോകുന്നത്, മുതിയാമല. നമ്മളീ പോകുന്ന മുതിയാമലയുടെ മേളിൽ പണ്ട് ജനവാസം ഉണ്ടായിരുന്നു. കുറേ വീടുകളൊക്കെ ആ മലയുടെ മേളിലുണ്ടായിരുന്നേ. ഇന്ന് മലയുടെ താഴെയായിട്ട് കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. മേളിലുള്ളവരൊക്കെ കുടിയിറങ്ങി പോയിട്ടുണ്ട്. ആരും അവിടെ ഇല്ല. അന്നത്തെ ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മ എന്നുള്ള രീതിയിൽ കുറച്ച് ആ വീടിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വേറെ എവിടെ അങ്ങനെ കാണാൻ പറ്റാത്ത അന്നത്തെ ഒരു കാലത്തിൻ്റെ കുറച്ച് ഒരുപിടി ഓർമ്മകളൊക്കെയാണ് മലയുടെ മേളിലുള്ളത്. പിന്നെ എൻ്റെ ഏറ്റവും മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മലങ്കര ജലാശയവും അതുപോലെ തന്നെ ഇലവിഴാപ്പൂഞ്ചിറയുടെയൊക്കെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ മേളിലാണ് നമുക്ക് എത്തേണ്ടത്. ഇപ്പം ഞാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ മലയുടെ മേളിൽ എത്താനായിട്ട് വഴിയില്ല. പണ്ട് ആ ഒരു വീടുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ നടന്നുകൊണ്ടിരുന്ന ചെറിയൊരു വഴി ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പം കാട കയറി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു വഴിയൊന്നുമില്ല. ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് ഞങ്ങൾ ആ മലയുടെ മേളിൽ കയറാനായിട്ട് പോയതാണ്. എന്നിട്ട് തിരിച്ചിറങ്ങി പോരേണ്ടി വന്നു. എൻ്റെ പകുതി പോലും എത്താൻ പറ്റിയില്ല. അന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട് റോമി ബ്രോ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. പാലം വഴി കുറച്ച് ദൂരം മുന്നോട്ടേക്ക് കയറി വന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു ജംഗ്ഷനിലെത്തും കേട്ടോ. ഇവിടെ ഒരു മയിൽക്കുറ്റിയൊക്കെ ഉണ്ട്. കയ്പ 1 കിലോമീറ്റർ. ഇത് കയ്പയിലേക്ക് കിടക്കുന്ന വഴിയാട്ടോ. നല്ല ടാറിട്ട വഴിയാണ്. പക്ഷെ നമുക്ക് പോകേണ്ടത് ഈ വഴിയല്ല. നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. ഈ കാണുന്ന കോൺക്രീറ്റ് ഇട്ട വഴി. ഇത് നോക്കി, നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ. ഈ പറമ്പ് നിറയെ തേക്കുമരങ്ങളാണേ. കണ്ടോ, ഒറ്റ ഇല പോലും ഇല്ല. വേനലായതുകൊണ്ട് ഇങ്ങനെ ഉണങ്ങി നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പറമ്പിലും അവിടെ അങ്ങ് ദൂരെയായിട്ടൊരു വീടിൻ്റെ അവശിഷ്ടം കാണാം കേട്ടോ. ആളുകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോയതാണ്. ആ കുത്തനെയുള്ള കയറ്റം കയറി വന്നാൽ നമുക്ക് വീണ്ടും ഇവിടുന്ന് വഴി തിരിയുന്നുണ്ട്. നേരെ പോകരുത്. നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന റൈറ്റ് എടുത്ത് പോകണം. ഒരു ബോഗൻവില്ലൊക്കെ പൂത്ത് നിൽക്കുന്നതൊക്കെ. അതുപോലെ തന്നെ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആൾത്താമസമുള്ള ഏരിയയാണ്. ആ മലയുടെ അടിവാരമാണ്. അപ്പോൾ ഇതാണ് മുതിയാമല എന്ന് പറഞ്ഞ സ്ഥലം. നമുക്ക് പോകേണ്ട മല ഇതിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്താട്ടോ. അതിന് മേളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞു മേളിലേക്ക് കയറാൻ. വീണ്ടും കയറ്റം കയറി മുന്നോട്ട് വന്നാൽ ഇങ്ങനെ ഒരു കുന്നിൻ്റെ മേളിൽ വന്നിട്ട് വഴി അവസാനിക്കും കേട്ടോ. അപ്പോൾ ഈ കോൺക്രീറ്റ് വഴിയൊക്കെ അതെ ഇവിടെ വരെ ഉള്ളൂ. ഇതൊരു പള്ളിയാണേ. പള്ളിയുടെ മുറ്റത്ത് ഈ വഴി അവസാനിക്കുകയാണ്. സെൻറ്റ് മാത്യാസ് CSI ചർച്ച് മുതിയാമല 2003 സ്ഥാപിതമായ ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ ഒരു CSI ചർച്ചാണ്. ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ വിശ്വാസികളൊക്കെ വരുന്നതാണേ. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് മലങ്കര ജലാശയവും കുടയത്തൂർ ടൗണും അതുപോലെ തന്നെ അങ്ങ് ദൂരെ ഇലവിഴാപ്പൂഞ്ചിറയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. ഈ മരമൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ നടപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി വഴിയൊന്നുമില്ല. ഇനി വഴി നമ്മൾ ഉണ്ടാക്കി പോകണം. നമുക്ക് പോകേണ്ട സ്പോട്ട് ആ ഒരു ഡയറക്ഷനിൽ അതിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. ഞാൻ വേറെ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു പള്ളിയുടെ ശവക്കോട്ട കാണിച്ചു തരാം കേട്ടോ. വളരെ പ്രാകൃതമായ ഒരു ശവക്കോട്ടയാണ്. ഇത് കണ്ടോ, ചെറിയൊരു മതിൽ പോലെ കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആളുകളെ ഒക്കെ അടക്കുന്ന ഒരു സ്ഥലമാണ്. ശവക്കോട്ടയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് വന്നപ്പം ഇവിടെയൊക്കെ തെളിഞ്ഞ് കിടക്കുമായിരുന്നു. ഇതൊക്കെ ഓരോരുത്തരെ അടക്കിയേക്കുന്ന കേട്ടോ. നമുക്കത് അപ്പം പുല്ല് മൂടി കിടക്കുന്നതുകൊണ്ടാണ്. കണ്ടോ, കുരിശ് കണ്ടോ. ഇതൊക്കെ ഞാൻ ഈ നടക്കുന്നതൊക്കെ അതിൻ്റെ മേളിൽ കൂടെയാണ്. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ ആളുകളെ അടക്കിയേക്കുന്ന കേട്ടോ. ഇന്നലെ പെയ്ത മഴയിൽ മൊത്തം കുതിർന്ന് കിടക്കുവാണ്. ഇലയൊക്കെ നനഞ്ഞ് അങ്ങനെ കിടക്കുവാണ്. ചെറിയൊരു ശവക്കോട്ട, ചെറിയൊരു പള്ളിയാണേ. പള്ളിമുറ്റത്തൊക്കെ നല്ല പുല്ലൊക്കെ വളർന്ന് അടിപൊളിയായിട്ട് കിടക്കട്ടെ. ഈ പ്രാവശ്യം കണ്ടാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെയിൻ്റൊക്കെ ചെയ്തേക്കുന്നത് നല്ല മനോഹരമാക്കിയിട്ടേക്കുന്ന ഒരു പള്ളി തന്നെയാണ്.
എന്തായാലും ഞായറാഴ്ച അല്ലാത്തതുകൊണ്ട് ഇവിടെ ആളുകളൊന്നുമില്ല. അപ്പോൾ ഈ മലയിലൊക്കെ ആളുകൾ നമ്മൾ താഴെ കുറച്ച് വീടുകളുണ്ട്, ഇവിടെ കുറച്ച് 1-2 വീടുകളൊക്കെ ഈ മേളിലും ഉണ്ട് കേട്ടോ. അതിനപ്പുറത്തേക്കൊക്കെ വീടുകളില്ല, അവിടെയൊക്കെ ആൾത്താമസം ഉണ്ടായിരുന്ന സ്ഥലമാണ്. പള്ളിയുടെ അതിരിലായിട്ട് കുറേ നെല്ലിമരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാ മരത്തിലും കായുണ്ട് കേട്ടോ. ചെറിയ നെല്ലിക്കയാണ്, നല്ല ചവറപ്പുള്ള നെല്ലിക്കയാണ്, നാടൻ നെല്ലിക്ക കേട്ടോ. കുറേ കായ്ച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ പള്ളിയോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു തൊണ്ട് വഴിയാണ് നമുക്ക് മേളിലേക്ക് കയറി പോകേണ്ടത്. ഇത് കണ്ടോ, ഇത് വഴിയെന്നൊന്നും ഞാൻ പറഞ്ഞത് കാര്യമാക്കണ്ട, വഴിയൊന്നുമില്ല, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വഴിയില്ല, നമ്മൾ വഴി ഉണ്ടാക്കി പോകേണ്ട തന്നെ വരും. അപ്പോൾ ഇതിലെ ആളുകൾ പണ്ട് നടന്നുകൊണ്ടിരുന്നതാണ് ആ വീടുകൾ ഉണ്ടായിരുന്നപ്പോഴും. പിന്നെ ഇതൊരു കുരിശിൻ്റെ വഴിയാണ്, താഴെയുള്ള കൊടയത്തൂർ പള്ളിയുടെ ഒരു കുരിശൊക്കെ മേളിലുണ്ട്. അങ്ങോട്ട് കുരിശിൻ്റെ വഴി ആളുകളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വഴിയാണ്. ഇപ്പോൾ ആളുകളൊന്നും അങ്ങോട്ട് പോകുന്നില്ലെന്ന് കേട്ടോ പറഞ്ഞേ. അപ്പോൾ ഞാനിവിടെ വെച്ചൊരു ചേട്ടനെ പരിചയപ്പെട്ടു, ഒരു സിബി എന്ന് പറഞ്ഞ ചേട്ടനാണ്. ആ ചേട്ടൻ ഏകദേശം ഒരു ഡയറക്ഷനൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ധൈര്യമായിട്ട് പൊക്കും. വഴി എന്തായാലും കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ പോകുന്ന വഴി ഒന്ന് നോക്കി വെച്ചിട്ട് ഇറങ്ങി പോകുന്ന വഴിയെന്ന് പറഞ്ഞു. പിന്നെ 1-2 അടയാളങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ സിബി ചേട്ടൻ നമ്പർ കൊടുത്തേക്കാം, ചേട്ടനെ വിളിച്ചിട്ട് വന്നാൽ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. ഇവിടെ പോരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ എന്തിനാ ചേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചാണ് തന്നെ പോകുന്നത് കേട്ടോ. ആളുകൾ പണ്ട് നടന്നുകൊണ്ടിരുന്ന വഴിയുടെ ചെറിയൊരു അടയാളമൊക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതൊരു വഴിയായിരുന്നു പണ്ടത്തെ. അപ്പോൾ ഇത് നോക്കി നേരെ അങ്ങ് പോയാൽ മതി, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ. വഴിയുടെ പാട് കുറച്ചൊക്കെ കാണാമെന്ന് പറഞ്ഞു. അത് നോക്കി ആ ഒരു ഡയറക്ഷൻ പിടിച്ചങ്ങ് പോയാൽ മതി എന്നാട്ടോ പറഞ്ഞേ. കണ്ടോ, ഇതൊക്കെ ആ ഒരു വഴിയായിരുന്നു. കണ്ടേ, നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം വഴിയുടെ പാട് പോലെ കിടക്കുന്നുണ്ടോ. ഇതിനകത്ത് മുള്ളമ്പന്നി ഉണ്ടെന്ന് പറഞ്ഞത്, വേറെ മൃഗങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ പാമ്പ് അതൊക്കെ ഉണ്ടാവും. ഇവിടെ എന്തോ ഒരു ഷെഡ് പോലെ കാണാമല്ലോ. ഇതൊക്കെ ഒരു പ്ലാവ്, കണ്ടിട്ട് കൂഴപ്ലാവാന്ന് തോന്നുന്നു. അതിൻ്റെ ചക്കയുടെ തൊലിയൊക്കെ ഇടർന്ന് താഴേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇത് വീടാട്ടോ, ഒരു ഷെഡൊന്നും ആയിരുന്നില്ല, ഒരു വീടായിരുന്നു. ആളുകൾ കുടി കഴിഞ്ഞ് പോയ ഒരു വീടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത്. വീട് അങ്ങനെ പോയിട്ടൊന്നുമില്ല, കേടുപാടുകളൊക്കെ സംഭവിച്ച് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ വീടിൻ്റെ മുറ്റത്താട്ടോ പ്ലാവ് നിൽക്കുന്നത്. ഈ ലൈൻ കമ്പി സീനാവുമോ? ലൈൻ കമ്പി താഴേക്ക് ചാർജ് ഉള്ളതായിരിക്കും, പറയാൻ പറ്റില്ല. ചാർജ് കാണില്ല, മേളിലേക്ക് അങ്ങനെ വീടുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ചെറിയ റിസ്ക് പിടിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയും കണ്ടങ്ങ് പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ആ ലൈൻ കമ്പി ഇതിലേ പോയേക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞു, ആ വീടിൻ്റെ കൂടെ ഉള്ളതായിരിക്കും. 1-2 വീടുകൾ, താമസമുള്ള വീടുകൾ 1-2 വീടുകളുണ്ട് അവിടെ. ഇത് കണ്ടോ, മലയിഞ്ചി. ഇങ്ങനെ ഈ പ്രദേശത്ത് മലകളിലൊക്കെ കാണുന്നതാണ് മലയിഞ്ചി കൃഷി ചെയ്തേക്കുന്നത്. ആ വീട് നോക്കി, അധികം കാലം ആയിരുന്നു തോന്നുന്നു വീട് ഉപേക്ഷിച്ച് പോയിട്ട്. ഈ പറമ്പ് നിറച്ച് പ്ലാവാട്ടോ, അവിടെയൊക്കെ ഇഷ്ടം പോലെ ചക്ക കായ്ച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ സീസൺ ആയതുകൊണ്ട് പ്ലാവ് നിറയെ ചക്കകളാട്ടോ. നമുക്ക് ആ വഴിയുടെ പാട് കാണാം മേളിലേക്ക്, അത് നോക്കി അങ്ങ് പോയാൽ മതിയായിരിക്കും. അയ്യോ, ഇവിടെ ഒരു കിണർ, ഈ വീടിൻ്റെ കിണറായിരിക്കും. നോക്കി വെള്ളമൊന്നുമില്ല, നോക്കി വന്നില്ലെങ്കിൽ കിണർ കിടക്കും. ഈ പറമ്പിലൊക്കെ മിക്കവാറും കിണറുകളൊക്കെ കാണും. ഇതുപോലെ നോക്കി നടന്നില്ലെങ്കിൽ അപകടം പറ്റാനുള്ള ചാൻസ് ഉണ്ട്. വീടുകളൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇവിടെയൊക്കെ റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, ഈ മലയിൽ ഒത്തിരി റബ്ബറൊന്നുമില്ല, അതിലൊക്കെ കുറേശ്ശെ റബ്ബറുകൾ നിൽക്കുന്നുണ്ട്. ഇത് ടാപ്പ് ചെയ്യുന്ന റബ്ബറാണേ. നമ്മൾ ഒന്നും ആയിട്ടില്ല, കുറേ നടക്കണം. ഓ, ഈ പറമ്പിൽ വേറെ ഒരു വീടല്ലേ അത്, വീടിൻ്റെ ഒരു കെട്ട് പോലെ ഉണ്ട് കണ്ടിട്ട്. ഒന്ന് കയറി നോക്കാം. അയ്യോ, നമുക്ക് പോകേണ്ട വഴി അതായിരിക്കും. ഇങ്ങനെ നടന്നാൽ നമുക്ക് വഴി മാറിപ്പോവും. ഇത് വീടാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് വരാം. ആ വീട് തന്നെ ആയിരുന്നു കേട്ടോ. ഇതേ വീടിൻ്റെ തറ ഷീറ്റും ഇതേ ആ വീടിൻ്റേതായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. വേണ്ട, വീടിൻ്റെ തറ ഒരുപാട് വർഷം കാലപ്പഴക്കമുള്ള വീടായിരുന്നു. ജനലൊക്കെ ഉണ്ടോ. അപ്പോൾ അതെ, ഇവിടെ വരെ ഉള്ളൂ നമുക്ക് കുറച്ചേലും ആയാസം ഇല്ലാതെ കയറി വരാൻ പറ്റുന്ന വഴി. അപ്പോൾ ഇനി മുന്നോട്ട് ഇതെങ്ങനെയാണ് കേട്ടോ അവസ്ഥ. അങ്ങനെ വഴിയായിട്ടൊന്നുമില്ല. ഇതിലേ പോകണ്ടേ. ആ ചേട്ടനൊരു ഇല്ലിയുടെ കാര്യം പറഞ്ഞായിരുന്നു. ആ ഇല്ലി കഴിഞ്ഞാൽ ഇല്ലിയുടെ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാനാണ് പറഞ്ഞേ. ആ ഇല്ലിയാണ് നോക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആ ഇല്ലിയുടെ ഇവിടെ വരെ വന്നെന്ന് തോന്നണേ. ഇവിടെ നോക്കിയിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതിലായിരിക്കും. ഓ, ഇതിലെ പോകണമെന്നൊരു വഴി തെറ്റിയോ. ചേട്ടൻ പറഞ്ഞ ഇല്ലി ഇതേ അതായിരിക്കാം മിക്കവാറും.
മിക്കവാറും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ആ ഒരു വഴി മേളിലേക്കായിരുന്നു പോയത്. അപ്പോൾ ഇല്ലിയുടെ അവിടെ നിന്ന് ഇടത്തോട്ടുള്ള ഡയറക്ഷനിൽ പോകാനാണ് പറഞ്ഞത്. അപ്പം മിക്കവാറും ഇത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്ര അവിടെ കൊണ്ട് അവസാനിച്ചായിരുന്നു കേട്ടോ, ഇല്ലിയുടെയൊക്കെ അടുത്തുനിന്ന്. പക്ഷെ അന്ന് വലിയൊരു ഇല്ലിത്തുറു ആയിരുന്നു. ഇന്ന് അത്രയും അവിടെ നോക്കിയിട്ട് കാണുന്നില്ല, ഉണങ്ങിപ്പോയതാണോ വലിയൊരു തെങ്ങ് നിൽക്കുന്നുണ്ടോ. ഇവിടെ ഒരുപാട് ഇടിവെട്ട് അയക്കുന്നൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇടിവെട്ടിക്ക് കരിഞ്ഞു പോയതായിരിക്കാം. അപ്പോൾ ഞാൻ ഒന്നോടെ ഇവിടുത്തെ ഒരു കണ്ടീഷനൊക്കെ ഒന്ന് പറഞ്ഞുതരാവേ. ഇപ്പോൾ കുറേ നമ്മളും കയറി മേളിലേക്ക് പോകുന്നു. ഇപ്പോൾ ആ ഒരു വീടൊക്കെ കണ്ട ഒത്തിരി താഴെ കേട്ടോ. അപ്പോൾ അവിടെ വരെ നമുക്ക് കൂളായിട്ട് കയറി പോരാം. ആ വീട് കഴിഞ്ഞാൽ ചേട്ടൻ അടുത്ത ഡയറക്ഷൻ ഞാൻ പറഞ്ഞ ആ ഒരു ഇല്ലിയുടെ കാര്യമാണ്. ഇല്ലിയുടെ അവിടുന്ന് ലെഫ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. ആ ഇല്ലിയൊക്കെ വരും താഴെയാണ്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് വീണ്ടും മേളിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇവിടെ വഴിയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കുറേ പാറക്കല്ലുകളും ഇങ്ങനെ കയ്യാലൊക്കെ ഇട്ട് വെച്ചേക്കുന്ന പോലെയുള്ളതൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് നല്ലൊരു കുറ്റിക്കാടാട്ടോ. ഇവിടെ നമുക്കൊരു വഴി നമുക്ക് കൃത്യമായിട്ട് ഒരിക്കലും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മലയുടെ മേളിലേക്ക് കയറുമ്പോഴത്തേനും നമ്മളിപ്പോൾ എങ്ങനെ ഏതെങ്കിലും വഴി കൂടെ മേളിൽ ചെല്ലാൻ പറ്റും. പക്ഷെ നമുക്ക് ഇറങ്ങി വന്ന സമയത്ത് നമ്മൾ കയറി പോകുന്ന വഴി തന്നെ നമുക്ക് ഇറങ്ങണമെന്നില്ല. ചിലപ്പം വേറെ ഒരു ഡയറക്ഷനിലേക്ക് ആയിരിക്കും ഇറങ്ങണേ. വലിയൊരു മലയുടെ മേളിലായോട് ചിലപ്പോൾ വേറെ ഒരു ചെരുവിലേക്ക് ആയിരിക്കും പോയി ഇറങ്ങണം കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് ആ ഒരു താഴത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ഷൻ നോക്കി ഇപ്പം ഈ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് താഴേക്ക് ഇറങ്ങി പോകാം. പക്ഷേ മേളിലേക്ക് ഇനി നമുക്ക് കുറേ പോകാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഹെൽപ്പ് വന്നാൽ വിളിക്കാനായിട്ട്. അപ്പം ഈ ഒറ്റയ്ക്ക് പോകുമ്പോഴാട്ടോ, ഒറ്റയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു വയ്ക്കുക. നമ്മൾ കയറി പോകുന്ന വഴിയുടെ ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമുക്കങ്ങനെ മനസ്സിലങ്ങനെ കീപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഹാക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള കാടിൽ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ പെട്ടു പോകുമ്പോഴത്തേനും വഴി അറിയാതെ പെട്ടു പോകുമ്പോൾ പുറത്ത് വരാനുള്ളൊരു മാർഗ്ഗം കേട്ടോ. ഞാൻ എൻ്റെ ഐഡിയയിലൊന്ന് പരീക്ഷ നോക്കുന്നതാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ. ഇതുണ്ടോ, ഞാൻ ഈ കയറി പോകണ വഴി നോക്കി. അമ്പോ, നുഴഞ്ഞു കയറും കേട്ടോ. ശരിക്കും നുഴഞ്ഞു കയറ്റം തന്നെയാണ്. കണ്ടോ, മേളിലേക്ക് ഒത്തിരി കയറി പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഹാക്ക് ഇതാട്ടോ. എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് 50 രൂപ കൊടുത്തത് ഇങ്ങനെ ഒരു റിബൺ മേടിച്ചു. നല്ല ഫ്ലൂറസെൻറ്റ് കളറിലുള്ള റിബണാണ്. ഇത് മൊത്തം 16 മീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി, കയറുന്ന വഴി ഏതാണോ അവിടെ നമുക്കൊരു 10 മീറ്റർ ഗ്യാപ്പിൽ, 10 അല്ലെങ്കിൽ ഒരു 15 മീറ്റർ ഗ്യാപ്പിൽ നമുക്ക് കാണാൻ പറ്റണം. ഇതിങ്ങനെ കെട്ടി വയ്ക്കുക. ഈ മരത്തല എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കെട്ടി വെച്ച് പോവുക. അപ്പോൾ തിരിച്ചിറങ്ങുമ്പം ആ ഒരു ഡയറക്ഷൻ നോക്കി വന്നാലും നമുക്ക് വഴി തെറ്റാതെ എത്താൻ പറ്റും. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിച്ചേക്കുന്ന കേട്ടോ. എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ, പരിചയമുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഉപകാരപ്പെടും. നമുക്ക് ചെല്ലേണ്ട സ്ഥലം അങ്ങ് ദൂരെ ചെറുതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഡയറക്ഷനൊക്കെ കറക്റ്റാണ്. ഇതുവരെ വഴിയും തെറ്റിയിട്ടൊന്നുമില്ല. നമ്മൾ വഴി ഉണ്ടാക്കിയാണല്ലോ കയറി വന്നത്. അപ്പോൾ ഇന്നത്തെ നല്ല അഡ്വഞ്ചറായിട്ടുള്ള പരിപാടിയാണേ. ഒറ്റയ്ക്ക് വരുന്നേക്കാളും ആരെങ്കിലും ഒരാളുടെ കൂടെ ഉണ്ട്, അതാണ് എപ്പോഴും നല്ലത്. പിന്നെ മൃഗങ്ങൾ വേറെ പ്രശ്നമൊന്നുമില്ല, മുള്ളംപന്നി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉപദ്രവിക്കില്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട. ഓ, ഇവിടെ വലിയൊരു അള്ളു കണ്ടോ, ഈ ഗുഹ പോലെ. അയ്യോ, അതിൻ്റെ അകത്തേക്ക് ഒത്തിരി ഉണ്ടേ. എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടാവും. മിക്കവാറും മുള്ളംപന്നിയുടെയൊക്കെ ഒരു കൂടായിരിക്കും. വലിയൊരു പാറയുടെ അടിയിലായിട്ട് ഒരാൾക്ക് കഷ്ടിച്ചം കയറാട്ടോ, അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു പാറയാണ്. ഇതിലും നടക്കാൻ പറ്റില്ല, തെന്നി താഴെ പോവും. അരികും വഴി ഒന്ന് പിടിച്ചു നോക്കാം. എൻ്റെ അമ്മോ, ഇതങ്ങനെ ഈസി ആയിട്ടൊന്നും നമ്മളങ്ങനെ മേളിലെത്തില്ലാന്ന് തോന്നുന്നു കേട്ടോ. മേളിലേക്ക് കയറും തോറും കൺഫ്യൂഷൻ തോന്നുക. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ 14 സ്ഥലങ്ങളുണ്ടല്ലോ, അതായത് കുരിശിൻ്റെ വഴിയല്ലേ. അപ്പോൾ കുരിശുണ്ടായിരുന്ന സ്ഥലം ഇങ്ങനെ കുറേ കെട്ടുകൾ കാണാം. ഇങ്ങനെ മേളിൽ കയറി പല സ്ഥലത്തായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ പണ്ട് കുരിശ് നാട്ടിയിരുന്ന സ്ഥലമായിരിക്കാം മിക്കവാറും. ഈ ഒരു സെയിം ഷേപ്പിൽ നമുക്ക് എവിടെയൊക്കെ പറമ്പിൽ അവിടെയൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് പോയാൽ മതിയായിരിക്കും. ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആ താഴേന്ന് ജസ്റ്റ് ഞാൻ ആ ഒരു പോർഷൻ കണ്ടായിരുന്നു. പക്ഷേ മേളിലേക്ക് കയറിയപ്പോഴത്തേനും ഒട്ടും കാണുന്നില്ല, ഹൈഡായിപ്പോയി. ഈ പറമ്പിൽ അങ്ങനെ കുറേ കെട്ടുകളുണ്ട്. അത് നോക്കി ഇങ്ങനെ പോയി നോക്കാം നമുക്ക്. കണ്ടോ, ഇതൊക്കെ ആ ഒരു ഞാൻ ഊഹിക്കുന്നത് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. അതിൻ്റെ ഒരു അടയാളമായിരിക്കും. അത് കണ്ടോ, ഒരേ ഷേപ്പിലല്ലേ നോക്കി. അതോ ഇങ്ങനെ മണ്ണിടിഞ്ഞ് പോകാതിരിക്കാനായിട്ട് കയ്യാല കെട്ടി വെച്ചേക്കുന്നതാണോ? ഒരു പിടുത്തം കിട്ടുന്നില്ല. ചെറിയ കുത്തുകല്ലുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് സംഭവം, വഴി ഇത് തന്നെയാണ്. നമ്മളധികം ഇങ്ങനെ നോക്കി നിന്നാൽ ശരിയാവില്ല. നേരെ കയറുക. പിന്നെ ഈ റിബൺ ഐഡിയൊക്കെ വെച്ചിട്ട് അങ്ങ് പോകാം. ഇതുണ്ടോ, ചെറിയ കുത്തുകല്ല കേട്ടോ. അപ്പോൾ സംഭവം ആളുകൾ കയറിക്കൊണ്ടിരുന്നതാണേ. ഇതൊക്കെ അപ്പോൾ ഇത് തന്നെയാണ്. ചവിട്ടി കയറി പോയാൽ മതി.
അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇന്ന് കത്രയെ നഷ്ടപ്പെട്ടു. ഈ കാടിൻ്റെ അകത്ത് എവിടെയോ പോയി. റിബൺ ഞാനിപ്പോൾ കല്ല് വെച്ച് ഇടിച്ച് മുറിച്ചുകൊണ്ടിരിക്കണേ. ഇത് ഇടി വെട്ടിയതിൻ്റെ തലേ പാമ്പ് അടിച്ച അവസ്ഥയായി. എൻ്റെ പൊന്നെ, എന്താ ഇവിടെ ഒരു വീട്. എന്തോരം ഉയരത്തിൽ നമ്മളിപ്പോൾ കയറിയെന്ന് അറിയോ. ഇവിടെ ആള് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഓർക്കുമ്പോളാ. വീടിൻ്റെ ഒരു അവശിഷ്ടം കണ്ടോ. ഇതൊക്കെ കുടിയൊഴിഞ്ഞു പോയ വീട്. ഇതിലൊരു വഴി കിടക്കുന്നുണ്ട് മേളിലേക്ക്. വീട് തീരുന്നില്ല, ഇനിയും വീടുണ്ടോ? ഒരു താമസമുള്ള വീട്. അവർ ചേട്ടനോടെ ഉണ്ടല്ലോ. നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. താമസമുള്ളതാണോ ഇവിടെ? താമസമുള്ള വീടാണോ? ഇല്ല അല്ലേ ചേട്ടാ. കുരിശുപാറ എത്താറായോ? ആ, ഇനിയും പോകണ്ടോ? ഓക്കെ. ചേട്ടനെവിടെ താമസിക്കുന്നേ? ഈ വീട്ടിലാ? അതെ അല്ലേ. ഇവിടെ താമസിക്കുന്നില്ല? ഓക്കെ. ഇപ്പം എവിടെ താമസിക്കുന്നേ? ശങ്കരപ്പള്ളി. ഓക്കെ. ആ ആ, ഓലി ഉണ്ടല്ലേ? ആ, പോയാൽ മതി. ആ, ഉണ്ടല്ലേ? ആ, ഇവിടെ പറയാൻ ഒരു ശ്രമപ്പെട്ടാണ് കയറി വന്നേ. വഴി ഒരു നിശ്ചയമില്ലാതെ വന്നു. ഞാൻ ആ താഴേന്ന് കയറി തുടങ്ങി, ആ പള്ളിയുടെ ഇവിടുന്ന്. ആ, ബൈക്ക് വെച്ചിട്ട് കാണാം അല്ലേ? ഓക്കെ, എന്നാൽ പോയിട്ട് കേട്ടെ. ആ, ശരി. പേരെന്താ ബ്രോടെ? അനൂപ്. ശരി. എൻ്റെ പോലെ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടോ. ഏറെ പണിപ്പെട്ടെ. ഞാൻ ഓർത്തെ ഇടയ്ക്ക് വെച്ച് പോകേണ്ട വരുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചായിരുന്നു വഴി. പിന്നെ കുറേ സ്ഥലത്ത് റിബൺ കെട്ടി. അപ്പോൾ അങ്ങനെ എന്തായാലും തിരിച്ചിറങ്ങുമ്പോൾ കുഴപ്പമില്ല നമുക്ക്. അങ്ങനെ സക്സസ്ഫുള്ളി എത്താറായുന്നത്. എൻ്റെ പൊന്നെ, ആട്ടിപ്പൊളി വ്യൂ നോക്കി. ഇല്ലിവിഴാപ്പുഞ്ചിറ കേട്ടോ ആ കാണുന്ന വലിയ മല. നമ്മുടെ മലങ്കര ഡാമിൻ്റെ റിസർവോയറും. ഫണ്ടാസ്റ്റിക്. എൻ്റെ പൊന്നെ. ഇപ്പോൾ ചേട്ടൻ ഇവിടെ ഒരു ഓലി ഉണ്ടെന്ന് പറഞ്ഞേ. മൊത്തം മുള്ള് കയറി പാണ്ടെ പിടിക്കുക. ടീഷർട്ടിലും വലിച്ചു കയറോട്ടോ. ആ ഓലി ഇതാണ് കണ്ടോ. ഓലി വെള്ളമില്ല. ഇതിലെങ്ങനെ നടണമെന്ന് പറഞ്ഞേ. ഇവിടെ ഉണ്ടായിരുന്ന വീട്ടുകാർ പോയതിൻ്റെ കാരണം വെറുതെ അല്ല കേട്ടോ. ഈ മലയുടെ മുകളിൽ ഒത്ത മുകളിലായിട്ട് 2 വീടുകളില്ലേ നമ്മളിപ്പോൾ കണ്ടത്. അത് ഏറ്റവും ടോപ്പിൽ. എങ്ങനെ താമസിക്കും? ഇവിടുന്ന് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ സൗകര്യക്കുറവ് തന്നെയാണ്. പിന്നെ വെള്ളത്തിൻ്റെ കുറവ്. പിന്നെ ഇവിടെ നല്ല രീതിയിൽ ഇടി വെട്ടുന്ന സ്ഥലം കേട്ടോ. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാരണം അവർ പറഞ്ഞത്. ഇടിയുള്ള സമയത്തൊന്നും ഒരു കാരണവശാലും എൻ്റെ മേളിലേക്ക് കയറി പോകുന്നേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ കാരണം കൊണ്ടാണ്. പിന്നെ ഇവർക്ക് സൗകര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറവാണല്ലോ. ഓർത്ത് നോക്കി എന്തെങ്കിലും എമർജൻസി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ടൗണിൽ പോകണം, ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ കടയിലൊരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. എങ്ങനെ പോകില്ലേ? നമ്മളിപ്പോൾ എത്ര ദൂരം, ഒരു 1-2 കിലോമീറ്റർ ആ കാടിൻ്റെ അകത്തോടെയും കയറി വന്നു. അപ്പം ഭയങ്കരമായിട്ടുള്ള അന്ന് കാര്യം പറഞ്ഞാൽ നടപ്പഴി ഉണ്ടാകാം. എന്നാലും നടപ്പഴി ഉണ്ടെങ്കിലും എന്നതല്ലേ നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. എൻ്റെ അമ്മ, ഇതിലെ പള്ളി പിടിച്ച് കയറി നോക്കാം. ഇതായിരിക്കില്ല വഴി. പക്ഷെ ഞാൻ എന്തായാലും ഇവർ കയറാൻ പോകട്ടോ. എങ്ങനെ എന്നാലും പാറയുടെ മേളിലേക്കാണല്ലോ ചെല്ലുന്നത്. എൻ്റെ പൊന്നു, കൊതിപ്പിക്കുന്ന വ്യൂ ആട്ടോ. ഓക്കെ, ഫൈനലി. ഹമ്പോ അല്ല, ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സമയത്ത് കയറിയ. കണ്ടോ ഇല്ലിവിഴാപ്പൂഞ്ചിറ അത്രയും ഹൈറ്റില്ല. പക്ഷെ എന്നാലും കുറേയും കൂടെ നമുക്ക് താഴത്തെ ആ ഒരു കാഴ്ചകളൊക്കെ അതിൽ നന്നായിട്ട് കാണാം കേട്ടോ. കുറച്ച് അടുത്ത് കാണാം. കണ്ടോ കുരിശ് കണ്ടോ? എൻ്റെ പൊന്നോ, ഒരു സന്തോഷം. കുടയത്തൂർ പള്ളിയുടെ കുരിശായിരുന്നു ഇത്. എന്തായാലും ഇപ്പം ഇങ്ങോട്ട് കുരിശിൻ്റെ വഴിയൊക്കെ ആയിട്ടൊന്നും ആരും കയറി വരുന്നൊന്നുമില്ല.
കയറി വരാനുള്ള ഒരു സൗകര്യക്കുറവായതുകൊണ്ടാകാം. അപ്പോൾ എന്തായാലും കുരിശങ്ങനെ അനാഥമായിട്ട് നിൽക്കുകയാണേ. പുല്ലൊക്കെ ഉണങ്ങി നിൽക്കുന്നതൊക്കെ കടുത്ത വേനലിൻ്റെ അത് കാരണം മൊത്തം ഉണങ്ങി അങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഒരു മരം കണ്ടോ, ചില്ലകൾ മാത്രമായിട്ട്. ഓ, ഇവിടെ ഭയങ്കര അപകടം കേട്ടോ. ഇവിടെ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അയ്യോ, വളരെ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ അപകടം സംഭവിക്കും. അഗാധമായിട്ടുള്ള കൊക്ക കേട്ടോ, അത്ര ഹൈറ്റാണ്. ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ഒരു ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാമായിരുന്നു. ഈ ഒരു ചെറിയ ക്യാമറയൊക്കെ പരിധിയുണ്ട്, എന്നാലും കുറേ സ്ഥലങ്ങൾ ഇവിടുന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ഡയറക്ഷനിൽ തൊടുപുഴയാണ്, തൊടുപുഴ ടൗണൊക്കെ കാണാം. പിന്നെ കയറി കിടക്കുന്നുണ്ട്, അതൊക്കെ മൊത്തം നമ്മുടെ മലങ്കര ഡാമിൻ്റെ റിസർവോയറാണ്. മലങ്കര ഡാം ഇവിടുന്ന് കാണാം. പിന്നെ എനിക്ക് വന്നാൽ നമ്മളിപ്പം കുടയത്തൂർ സിഗ്നൽ പാലം കയറിയാണല്ലോ വന്നേ. അത്തരത്തിൽ ഒരു പാലം കൂടെ ഉണ്ട്, കോളപ്ര പാലം എന്ന് പറയും. അതൊക്കെ ഇവിടുന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാം. പിന്നെ അത് കുടയത്തൂരിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇലിവിഴാപ്പൂഞ്ചിറ ഇങ്ങനെ നിൽക്കണുണ്ട്, ആകാശമുട്ടെ. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാഞ്ഞാറ് മൂലമറ്റൊക്കെ പോകുന്ന റൂട്ട് ആ ഒരു സൈഡിലേക്കാട്ടോ. അടിപൊളി. നല്ല വെയിലായി, അതിന് വലിയ ചൂടൊന്നുമില്ല, നല്ല കാറ്റടിക്കുന്നുണ്ട്. രാവിലേക്ക് ഇറങ്ങി സൂര്യനൊക്കെ ഉദിക്കുന്നതിന് മുന്നേ ഇറങ്ങി അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ തൊടുപുഴയിൽ എന്തോരു സ്ഥലങ്ങളുണ്ടെന്നറിയോ ഇതുപോലെയുള്ളത്, അറിയപ്പെടാതെ കിടക്കുന്നത്. ഇപ്പം തന്നെ ഈ ഒരു മലങ്കര ജലാശയത്തിൻ്റെ രണ്ട് സൈഡിലുള്ള മലകൾ, എന്തോരു മലകൾ. നമ്മളിപ്പം ഈ ഇലിവിഴാപ്പൂഞ്ചിറയാണ് എല്ലാവർക്കും അറിയാവുന്നത്. ഇലിവിഴാപ്പൂഞ്ചിറ തന്നെ ഒത്തിരി വർഷങ്ങളൊന്നും ആയിട്ടില്ല, ആളുകളൊക്കെ അത്തരം സൗകര്യങ്ങളൊക്കെ അവിടെ ആയിട്ട്. ഇവിടെ കയറി വരാനുള്ളൊരു വഴിയൊന്നുമില്ല, അതുകൊണ്ടാണ്. നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുള്ളംപന്നികൾ എന്തായാലും നല്ല രീതിയിൽ വിലസുന്നൊരു സ്ഥലം കേട്ടോ. ഈ പാറപ്പുറത്തൊക്കെ മുള്ളംപന്നിയുടെ കാഷ്ടം കാണാം കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. വരുന്ന വഴിക്ക് ചെറിയ പൊത്തുകളൊക്കെ കാണാം പന്നിയുടെ, അല്ലാതെ വേറെ മൃഗങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഒരു മലയുടെ ഇവിടെ നിന്ന് ഇറങ്ങി വന്നേ. അതിൽ വഴിയുണ്ട്, ഇതിലെങ്കിൽ ഇറങ്ങി വരാം. ഇവിടെ കുറേ റബ്ബർ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, ടാപ്പിംഗ് ഒക്കെ ഉള്ളതാണേ. അതിലെ വഴിയും കയറി പോരാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചിറങ്ങാം. നല്ല പൊള്ളുന്ന വെയിലായല്ലോ. ഈ മലയുടെ മേളിൽ എത്ര വീടുകളുണ്ടായിരുന്നു? 60 വീടുകളുണ്ടായിരുന്നോ? ഏത് ഈ ഏറ്റവും ടോപ്പിൽ? ആ, ബ്രോ എന്താ ചെയ്യണ, ജോലിയാണോ? ഞാൻ ജോലി 15 വീടുണ്ടായിരുന്നല്ലേ? ആ. ഓ, ഇവിടെ എങ്ങനെയല്ല ഇത്രയും മേളില്? അതെ അല്ലേ. എത്ര വർഷമായി ഇവിടുന്ന് പോയിട്ട്? 10 വർഷമായി. ആ, ആദായം ഉണ്ടല്ലേ ഇവിടെ? ചക്കയുണ്ട്? ആ, നല്ല വിളഞ്ഞ ചക്ക. ചക്ക ഉണ്ടോ ഒത്തിരി? പ്ലാവുണ്ട്. ഞാൻ കയറി തന്നെ വഴിക്ക് കുറേ പ്ലാവൊക്കെ ഉണ്ടായിരുന്നു. ഇത് താഴെ എത്തിക്കണല്ലേ പാടല്ലേ? ഓ, ശരി ശരി. ഉണ്ടായിരുന്നോ അല്ലേ? ആ, ഇവിടെ ഇടിവെട്ടിന്റെ ഒരു പ്രശ്നമുണ്ടല്ലേ? പോയതാ, അതാ മെയിൻ കാരണം എന്ന് താഴെന്ന് പറഞ്ഞു. ഓ, ഉയർന്ന സ്ഥലമല്ലേ? തെങ്ങൊക്കെ ഇടിവെട്ടിയാ അല്ലേ? ആ, എന്റെ വയറിങ് മുഴുവൻ പോയി ഇടിവെട്ടിട്ടല്ലേ വീടിന്റെ. എനിക്കിട്ട ദിവസം ഇടിവെട്ടി കിട്ടിയെന്ന് പറിക്കാത്ത, അതുകൊണ്ടല്ല ഞങ്ങൾ പോയത് ഇവിടെ. അപ്പൊ ഈ ബാക്കിയുള്ള വീട്ടുകാരൊക്കെ എവിടെയൊക്കെയാ താമസിക്കുന്നത്? വീട്ടുകാർ ഇവിടെ നിന്നെല്ലാം പോയി. അവര് വന്നില്ലേ, ആ വഴിക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ നേരെ നെല്ലിക്കാമല ചാർന്നപ്പോഴ ആ സൈഡുണ്ട്, അങ്ങോട്ട് ഹൈറേഞ്ച് പ്രദേശത്തിന് പോയി. ഇവിടെ ഇത് കാണാനായിട്ട് ആളുകളൊക്കെ വരുന്നുണ്ടോ? ഏകദേശം 10 അറിയില്ല, അതാണ്. 10-60 കുടുംബത്തോളം ഉണ്ടായിരുന്നു അവിടെ മുതൽ ഇവിടം വരെ ഉണ്ടായിരുന്നു. അതിലെ അതിലെ വഴി ഇതിലെ നീ വന്ന വഴി തന്നെ ആണോ? നീ വന്ന വഴി തന്നെ. അല്ല, അതിലെ വണ്ടി പറഞ്ഞ വഴിയൊന്നും കണ്ടില്ലല്ലോ. വണ്ടി വരുന്ന വഴി ഉണ്ടോ? അടഞ്ഞു പോയതാന്നേ. കൊടയത്തൂരിന്ന് കയറിയാണ്. നെല്ലിക്കാമല. കാഞ്ഞാറിന്ന് വെള്ളിയാമറ്റം കാഞ്ഞാർ റോഡിൽ നിന്ന് മലമണ്ടായി വരുമ്പോ ഇങ്ങോട്ട് തിരിയുന്നു. അപ്പൊ ഇവിടെ എത്താനായിട്ട് വേറെ വഴിയുണ്ട്, പിക്കപ്പ് ഒക്കെ കയറി പോകുന്ന വഴി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ കാഞ്ഞാറിന്ന് വരുമ്പോൾ നമ്മളിപ്പോ കാഞ്ഞാറ് വരെ പോയില്ലല്ലോ, അതറിയില്ല. എന്തായാലും പുതിയൊരു അറിവാ നമ്മൾ ഈ കണ്ടുപിടിച്ച്. മൊത്തം പിക്കപ്പ് ഓടിയതാണ്. അതെ അല്ലേ? ഓഫ് റോഡാ, പറ്റില്ല. ആ, ശരി. ആ, ബ്രോ പണ്ട് വണ്ടി കയറ്റിക്കൊണ്ട് തന്നെ വീട്ടിലേക്ക് ഈ വീട്ടിലേക്കല്ലേ? എന്നാ ഞാൻ ആ വഴി ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ പണിപ്പെട്ട കൊണ്ടുവരുന്നേ. ആ, ഓക്കെ. അതുകൊണ്ട് തള്ളിക്കൊണ്ടിരുന്ന നോക്കി, അടിപൊളി. എന്നാ അങ്ങനെ ഒരു വഴിയുടെ കാര്യം അറിയില്ല. വഴിയുണ്ട്. തേനീച്ച ബ്രോ ഇപ്പൊ പോയില്ലേ, ആ പാറയ്ക്ക് അടിയില് ഒത്തിരി ഉണ്ട്. നമ്മളിപ്പോ പോയ പാറയുടെ അടിയിലെ തേനീച്ചക്കൂട് നോക്കി, ഒരുപാടുണ്ട്. അത് കാണാത്ത എന്റെ പൊന്നു, അത് ഒരുപാടുണ്ട്. അത് ഇളകിയ പണി പാടും. അപ്പൊ പോട്ടെ എന്നാ. അപ്പൊ സന്തോഷം കണ്ടതില്. അപ്പൊ ചേട്ടാ ശരി എന്നാ. ഓക്കെ. ആ, നിങ്ങളുടെ പണി നടക്കട്ടെ.
അപ്പോൾ ഇതാണ് ബ്രോ പറഞ്ഞ ഒരു വഴി. ഇദ്ദേഹം ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് കിടക്കുന്ന വഴിയാണ്. ഇതാണ് കാഞ്ഞാറിയിൽ നിന്ന് കിടക്കുന്ന വഴി, ഓഫ് റോഡ്. പക്ഷേ ഇപ്പം വഴിയുടെ കണ്ടീഷൻ നിങ്ങൾ നോക്കി, ഇതുണ്ടോ, ഇതിലെ വണ്ടി എന്തായാലും കൊണ്ടിരുന്നത് നല്ല ടാസ്ക് തന്നെയാണ്. മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്, കണ്ടോ. വഴിയുടെ ഒരു അടയാളം പോലെ കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക്. വഴി തന്നെയാണ്, മൊത്തം കാട് പിടിച്ച് കിടക്കുക. ഇതിന് ബെറ്റർ നമ്മൾ കയറി വന്ന ഒരു വഴിയല്ലേ. എന്തായാലും ഹൈക്ക് ചെയ്ത് വരുന്നതും ഓഫ് റോഡ് കയറി വരുന്നത് രണ്ട് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഈ വീടിൻ്റെ ഏത് സൈഡിൽ കൂടെയാണ് കയറിയത്, ഇപ്പോൾ കൺഫ്യൂഷൻ ആയല്ലോ. റിബൺ ആണെങ്കിൽ അവിടെ വരെ ഉള്ളൂ. ഞാൻ ആ ഒരു ചാല് കണ്ടുകൊണ്ട് അവിടുന്ന് റിബൺ കട്ടലൊക്കെ ഒഴിവാക്കി. കണ്ടോ, ആ ഒരു ചെറുതായിട്ട് ഇപ്പം നോക്കി അത്രയും ഒരു ചാലുണ്ടായിട്ട് പോലും നമുക്ക് കൺഫ്യൂഷൻ തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും റിബൺ കെട്ടി വെച്ചത് നല്ലൊരു കാര്യമാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അയ്യോ അയ്യോ, എൻ്റെ അമ്മ തെന്നിപ്പോവാണ്. അപ്പോൾ ഇതിലേറെ നമ്മൾ കയറി വന്ന ഒരു സെയിം വഴി തന്നെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കെട്ടി വെച്ച ഒരു ലാസ്റ്റത്തെ റിബൺ ഇതായിരുന്നു കേട്ടോ. ഇവിടുന്ന് എനിക്ക് ചെറിയ വഴിച്ചാൽ പോയ തോന്നിയുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിയില്ല. അപ്പോൾ ഇതെല്ലാം അഴിച്ചെടുക്കണം, അതൊരു ടാസ്ക്കാണ്. കുറേ സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല. എന്തായാലും ഇതൊക്കെ കമ്പൊക്കെ ഒടിഞ്ഞ് താഴെ കിടന്നാൽ ഇതൊന്നും നശിച്ചു പോവില്ല, പോളിസ്റ്റർ ആയതുകൊണ്ട്. അതുകൊണ്ട് എല്ലാം ഞാൻ അഴിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ മനുഷ്യൻ്റെ കാൽസ്പർശം അധികം ഏൽക്കാത്തതുകൊണ്ട് തന്നെ വേസ്റ്റോ പ്ലാസ്റ്റിക്കോ ഒന്നും തന്നെ ഇല്ല. ഇറങ്ങണമെങ്കിൽ കുറച്ച് പാടാണ്, ഈ കരികിൽ ഇങ്ങനെ കൊണ്ട് തെന്നിപ്പോവും. അപ്പോൾ ഒന്ന് താഴെ എത്തട്ടെ. ഏകദേശം ഒരു 2 മണിക്കൂർ ടൈം എടുത്തു മേളിൽ ചെല്ലാനായിട്ട്. അത് ആദ്യമായിട്ട് വന്നുകൊണ്ട് കുറച്ച് വഴി തപ്പി പിടിച്ച് പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്ര സമയമൊന്നും വേണ്ട. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.